ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് നോക്കേ കിടലിന് പോത്തിന്റെ ലിവർ കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് കൊച്ചിക്കാർ സ്റ്റൈലിൽ കല്യാണ സദ്യക്കൊക്കെ വിളമ്പുന്ന രീതിയിലുള്ള കിഡിലെ ലിവറിന്റെ റെസിപ്പി ആയിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ പുഴുങ്ങാൻ വെക്കട്ടെ ഗൈസ്. അപ്പോൾ ലിവർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 4 സവാള ഇതേപോലെ നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ നേരിയതായിട്ട് ഇരിക്കുക. വേറെ ഒന്നല്ല ഞാൻ പറഞ്ഞത്, ഗ്യാസിന്റെയൊക്കെ വിലയും ക്ഷാമവും അറിയാമല്ലോ. അപ്പം പരമാവധി സവാളയൊക്കെ കനം കുറഞ്ഞ അരിയണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് വാടി റെഡിയായി കിട്ടും. അപ്പോൾ 4 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ നേരിയതായിട്ട് അരിഞ്ഞെടുത്തേക്കണം. പിന്നെ ഇഞ്ചി ഒരു ഇത്രത്തോളം ഒരു ഇഞ്ചി ഇതേപോലെ നേരിയതായിട്ട് പെൻസിൽ പോലെ, പെൻസിലിൻ്റെയൊക്കെ ഇതില്ലേ, എന്താണ് പെൻസിൽ എന്താ പറയുക, എന്തോ പേര് പറയും, നിങ്ങനെ ആലോചിച്ചെടുത്തോ. അപ്പോൾ അതേപോലെ നേരിയതായിട്ട് കനം കുറച്ച് കുനവനാ അരിച്ചെടുത്തിട്ടുണ്ട് നീളത്തില്. അപ്പോൾ സവാള, ഇഞ്ചി, പച്ചമുളക്, ഇത്ര സാധനമാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഗൈസ് നല്ല ചൂടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഒരു തേങ്ങ, അത്യാവശ്യം വലിപ്പമുള്ള ഒരു തേങ്ങ, ഫുൾ തേങ്ങ ചിരണ്ടി എടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് പാലിന് വേണ്ടിയിട്ടാണ്. 1-ാം പാലും വേണം, 2-ാം പാലും വേണം. അപ്പൊ ഇതൊന്ന് നമുക്കൊന്ന് പിഴിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ലിവർ കുക്കറിൽ 2 വിസിലടിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ച് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ട് ഇതേപോലെ നേരിയതായിട്ട് അരിഞ്ഞെടുത്തിരിക്കണേ. കണ്ട സ്കെയിൽ വെച്ച് അരിഞ്ഞെടുത്തേക്കണേ. ഓക്കെ, കൊള്ളാമോ? എല്ലാം ഇതാണ് ഈ റെസിപ്പിയുടെ സ്പെഷ്യാലിറ്റി എന്ന്. ഇതാ ഇങ്ങനത്തെ ഇങ്ങനെ അരിയുള്ളൂ. കൊച്ചിക്കാരുടെ പരിപാടിക്കൊക്കെ വന്നിട്ട് ഡിഷ് പരിപാടി വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഈ ലിവർ കറി എങ്ങനെ ഇരിക്കണമെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത് നാട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കാം എങ്ങനെയാന്നുള്ളത്. ഗൈസ്, ഈ സാധനം ഓർമ്മയുണ്ടോ? നമ്മുടെ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അൺബോക്സിങ്ങും എല്ലാം ഒക്കെ ആയിട്ട്. ഇതിലാണ് ഇന്ന് പാചകം ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് കത്തിക്കണേ. എന്നിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം നമുക്ക്. ഗൈസ്, അപ്പോൾ സവാള ഇട്ടിട്ടുണ്ട്. നല്ലപോലെ വാടി വന്നോട്ടെ സവാള. ഉപ്പിടാം എന്നാ ഇട്ടല്ലേ ഉള്ളൂ പെട്ടെന്ന് ഇളക്കിയേക്കട്ടെ. ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് അധികം ഐറ്റത്തിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. മസാലപ്പൊടി, ഗരം മസാലയും കുറച്ച് മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മെയിനായിട്ട് വെളുത്തുള്ളിയും വേണ്ട ഇഞ്ചിയും പച്ചമുളകാണ് അതിൽ ചേർത്തേക്കണത്. അല്ലാണ്ട് വേറെ മസാല ഐറ്റംസ് ഒന്നും നമ്മൾ ചേർക്കൂല. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന കാര്യമുള്ളൂ. അത് കരളൊന്ന് വെന്ത് കിട്ടേണ്ട ഒരു താമസം, അത് മാത്രം നമ്മുടെ ടൈം പോകുന്നുള്ളൂ. ബാക്കിയൊക്കെ സടപടയെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഗൈസ് നോക്കൂ, കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് ഇതൊന്ന് വാടിക്കിട്ടാൻ വേണ്ടി. ഉപ്പിടുമ്പോൾ എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. വേറെ ഒന്നല്ല, നമ്മൾ ലിവറോ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് വേവിച്ചിരിക്കണം. അപ്പോൾ ഉപ്പ് കുറച്ച് ഇടുക. എന്നിട്ട് ലാസ്റ്റ് ഉപ്പ് വേണമെങ്കിൽ മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ വായിൽ വെക്കുമ്പോൾ ഉപ്പുള്ളത് പോലെ ഇരിക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് വാടി വരട്ടെ. സവാള ഒരു പാതി വേവായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ആ ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞ കൂടി ചേർത്താൻ കൊടുക്കുക. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ 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 വേണ്ട, ഇത്രയും നമ്മൾ പച്ചമുളകും ഇഞ്ചിയും ചേർത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടി ഒന്ന് കുറച്ച് നേരം കൂടി ഒന്ന് ഇരിക്കട്ടെ. പച്ചമുളക് സവാള നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയൊരു പാക്കറ്റ് ഗരം മസാല എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ കഷ്ടിയോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ 3 ഐറ്റമാണ് നമ്മുടെ മസാല ഐറ്റംസിൽ വന്നേക്കുന്നത്. ഇതിട്ടിട്ട് നല്ലപോലെ ഒന്ന് ആ ഒരു മണം വരുമല്ലേ, അതുവരെ ഒന്ന് ചെറുതീയിൽ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ വാടി വരുമ്പോഴത്തേക്ക് നല്ലൊരു മണം ഇങ്ങനെ വരും. എണ്ണ ആവശ്യം, എണ്ണയൊക്കെ ഊറി ഇറങ്ങുമ്പോൾ
സവാള വാടി വരുമ്പോഴത്തേനും എൻ്റെ അമ്മച്ചിയുടെ ഫേവറേറ്റ് റെസിപ്പിയാണ് ഈ ലിവർ കറി. എന്നുവെച്ചാൽ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഈ ഡിഷ് പരിപാടിക്കൊക്കെ അത് മെയിനായിട്ട് ഉണ്ടാവും. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് അഭിപ്രായം എല്ലായിടത്തും അല്ല, വ്യത്യാസമുണ്ട്. എന്നുവെച്ചാൽ കൊച്ചിക്കാരാണ് ഇതിന്റെ മെയിൻ ആയിട്ട്. പിന്നെ ലിവർ ഫ്രൈ, ലിവർ റോസ്റ്റ്, അങ്ങനെ പല പല സാധനങ്ങളൊക്കെ ചെയ്യും. ഈ റെസിപ്പി ഞാൻ വേറെടുത്ത് പുറത്തേക്ക് അധികം അടുത്ത് കണ്ടിട്ടില്ല. നിങ്ങളൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം, പറയാലോ. പൊതുവെ ഈ റെസിപ്പിനെ കുറിച്ച് കൊച്ചിയുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത് പണ്ട് സായിപ്പന്മാരോട് വന്നപ്പോൾ കൊടുത്തിട്ടും പോയതായിരിക്കണം. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അങ്ങനെ അറിയാമെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കുറച്ചേരം ഒന്ന് റെഡി ആകട്ടെ. അടിപൊളി മണം വന്നിട്ടുണ്ട്. മസാലയൊക്കെ നല്ലപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്നത് 2 തേങ്ങാപ്പാല്. ഓക്കെ, വേണ്ട 2 പാല് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി. കളറൊക്കെ കണ്ട അടിപൊളിയല്ലേ? ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഉപ്പൊന്ന് നോക്കണം. ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഇനി ലാസ്റ്റായിട്ട് ചേർക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനാഗിരിയാണ്. വിനാഗിരി നല്ല പുളിയുള്ള വിനാഗിരി ആണെങ്കിൽ കുറച്ചിട്ടാൽ മതി. അപ്പൊ അതൊക്കെ നോക്കിയിടുക. വിനാഗിരി ഇട്ട് ഞാനൊരു 2 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. 2 സ്പൂൺ വെച്ച് കയ്യിലുണ്ടോ? ഇങ്ങനത്തെ കയ്യിലിട്ടേണം. നല്ലപോലെ ഒന്ന് ഇളക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർക്കാന്ന് വെച്ചാൽ നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കരള് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. റെസിപ്പിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കണ്ട സംഭവം സെറ്റായി. ഇനി അതൊന്ന് ഇരുന്ന് ഒന്ന് പിടിച്ചു വന്നാൽ ഇത് കൂടെ ആയി കഴിയുമ്പോൾ സെറ്റായിക്കോളും. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് 1 പാൽ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയിട്ട് തീ ഓഫ് ചെയ്തേക്കാം. അതൊക്കെ അപ്പോഴത്തേനും നമ്മുടെ കറി സെറ്റായി. പക്ഷേ ഈ കറി ഇപ്പൊ ഉണ്ടാക്കിയിട്ട് ഇന്ന് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഒരു ദിവസം ഇരുന്ന് പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ പുളിയൊക്കെ എല്ലാം പേടിച്ച് നല്ല അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഒരു 5 മിനിറ്റോളം ഇങ്ങനെ ഈ 1 പാലിൽ തന്നെ 2 പാലിൽ തന്നെ ഇരുന്നൊന്ന് ഒന്ന് ആ പുളിയൊക്കെ ഒന്ന് പിടിക്കട്ടെ. അതുവരെ ചെറിയൊരു റെസ്റ്റ്. അപ്പോ 2 പാൽ ഒഴിച്ചേക്കണേക്കെ ഒന്ന് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 പാല് നൈസായിട്ട് ഇങ്ങനെ ചുറ്റിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കുക. ശേഷം തീ കുറച്ച് വെക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില അതിന്റെ പൊക്കത്ത് നൈസായിട്ട് ഇങ്ങനെ തൂക്കി കൊടുക്കുക. കറി എടുക്കുമ്പോ കറിവേപ്പില മാത്രം കാണാൻ പാടുള്ളൂ. ഓക്കെ, ഇതാണ് ഈ കറിയുടെ റെസിപ്പി. അപ്പോൾ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ 1 പാൽ ഒഴിച്ചതിന് ശേഷം അധികം നേരം നമ്മൾ തീയിൽ വെക്കണ്ട, ഗ്യാസ് ഓഫ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇങ്ങനെ. ഓക്കെ, കറക്റ്റ്. ഓക്കെ, ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതായിരിക്കും. ഗുഡ് നൈറ്റ്.